വി പി മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. നാഷിദിൻ്റെ പ്രിൻസിപ്പളാണ്. നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. നാഷിദ് എങ്ങനെയായിരുന്നു അക്കാദമിക് തലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാഷിദ് എന്ന് പറയുന്നത് എല്ലാവരിലും യുണീക്കായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. കളിതമാശകളിലൂടെ പാഠ്യേതര വിഷയങ്ങളിൽ അവൻ അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവുണ്ടായിരുന്ന, അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ വേറിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു. നമുക്കറിയാം, സ്പോർട്സിൽ തന്നെ അവൻ നമ്മളുടെ സ്കൂളിൻ്റെ ഒരു താരമായി മാറിയിരുന്നു. എപ്പോൾ മത്സരം നടന്നാലും അവനായിരിക്കും ഫസ്റ്റ് പ്രൈസ്. നമ്മളവനെ ഓമന പേരിൽ വിളിച്ചിരുന്നത് VPMൻ്റെ ഉസൈൻ ബോൾട്ട് എന്നായിരുന്നു. അതോടൊപ്പം തന്നെ പാഠ്യ വിഷയങ്ങളിൽ പുലർത്തുന്ന മികവും വിദ്യാർത്ഥികളോടും അതോടൊപ്പം തന്നെ അധ്യാപകരോടും അവൻ കുസൃതിയും കളിയും തമാശയുമായി ആയിരുന്നു നാജിഷ് നമ്മളുടെ സ്കൂളിൻ്റെ താരമായി മാറിയത്. അവൻ്റെ ഒരു വിടവ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നികത്താനാവാത്ത വിടവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവൻ ഹാൻഡിക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കുകയും അത് പേഴ്സണലി പ്രിൻസിപ്പൾക്ക് കൊണ്ടുതരുന്ന ഒരു പ്രവണത അവനിലുണ്ടായിരുന്നു. പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്ന കളിതമാശകളിൽ നിന്ന് അവനെ മാറ്റാനും അവനെ എൻഗേജ് ആക്കാൻ വേണ്ടി ഞാൻ കുറേ അഫർമേഷൻസുകൾ അവന് കൊടുക്കാറുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ എന്നെ വിളിക്കുക, അവന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ അവൻ ഉണ്ടാക്കി ഉണ്ടായിരുന്നു. അവസാനമായി എൻ്റെ ലൈഫിൽ തന്നെ അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചത്, അവൻ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും എനിക്ക് സമർപ്പിക്കപ്പെടുകയും അത് ഞാൻ പലർക്കായിട്ട് ക്ലാസ്സുകളിൽ വിതരണം ചെയ്യപ്പെടുകയും പല മീറ്റിങ്ങുകളിലും അസംബ്ലികളിലും അവന് പ്രൈസ് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ദുഃഖം എന്ന് പറയുന്നതിലേറെ ഞാൻ കൂടുതൽ വിഷമിക്കുന്നത് എന്ന് പറയുന്നത്, അവൻ അവസാനമായി തന്ന ഫ്ലവർ അതവൻ എൻ്റെ അടുത്ത് തന്നിട്ട് അവൻ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ടേബിളിൽ വെക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ എന്തോ ഒരു തിരിച്ചറിവ് അവന് ഉണ്ടായി എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അവൻ മൂല്യാധിഷ്ഠിതവും ഗുണമേന്മയുമുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നു നമ്മുടെ VPM. പാഠ്യേതര വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥാപനത്തിൽ. അവനൊരു മുതൽക്കൂട്ടായി മാറി എന്നുള്ളതും അവൻ കാണിച്ച ആ പാത അത് നമുക്ക് പിന്തുടരാമെന്നും അവൻ കാട്ടിയ ആ ഒരു സ്പോർട്സും ആർട്സും എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു അസറ്റായി മാറുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ കുടുംബവും നമ്മളും ടീച്ചേഴ്സും എല്ലാവരും ഇതിൽ ഒരുപാട് ദുഃഖിതരാണ്. ഈ ദുഃഖത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. നാഷിദ് കാട്ടിയ വഴി നമുക്ക് വിദ്യാർത്ഥികളിലൂടെ, അവൻ്റെ സുഹൃത്തുക്കളിലൂടെ, അബ്ദുറഹ്മാനിലൂടെ, അവരുടെ ക്ലാസ് ടീച്ചറിലൂടെ, അതുപോലുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ മുഴുവൻ എല്ലാ ആളുകളിലൂടെയും നമുക്ക് ഇത് പിന്തുടർന്നുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിൻ്റെ മുതൽക്കൂട്ടിനായി എന്നും നമ്മൾ നാഷിദിനെ ഓർമ്മിക്കും. അവൻ്റെ പുഷ്പം അല്ലെങ്കിൽ അവൻ്റെ ഫ്ലവർ എൻ്റെ മേശയിലുള്ളതുപോലെ അവൻ്റെ ഓർമ്മകളും അവൻ്റെ സങ്കല്പങ്ങളും അവൻ്റെ സ്വപ്നങ്ങളും VPMൻ്റെ സ്വപ്നമായി നമ്മൾ മാറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മുഹമ്മദ് നാഷിദിന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. VPM സ്കൂൾ പ്രിൻസിപ്പൽ, മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ്. VPM സ്കൂൾ കക്കാട്. Thank you for watching my video. Munir Amir.